ഹായ് ഹലോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാലിക്കറ്റ് ബീച്ചിൽ ഇതേപോലത്തെ ഒരു സീന് കണ്ടിട്ടുണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒക്കെ റെഡിയായി ഞങ്ങൾ വണ്ടിയിൽ ഇതാ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ വീഡിയോ ഓണാക്കി കഴിഞ്ഞപ്പോൾ സായുവിന് ഇമ്മാതിരത്തെ കുറേ ഗോഷ്ഠികൾ കാണിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളവിടെ എത്തിയ സമയത്ത് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ ഇറങ്ങിയ വീഡിയോയോ അങ്ങനത്തെ ഒരു സാധനവും ഈ ഒരു വീഡിയോയിലില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് നമ്മളെ കാലിക്കറ്റ് ബീച്ചിലേക്കാണ് കേട്ടോ. അതും നട്ടാപ്പൊരു വെയിലത്താണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല, ബീച്ചിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് കാറിലിരുന്ന് ബീച്ച് നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ തീരെ വിചാരിച്ചിട്ടില്ല കേട്ടോ കോഴിക്കോടേക്ക് വരുന്ന കാര്യം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വേഗം ഇറങ്ങിയതുകൊണ്ട് ഏട്ടനൊന്ന് ലീവുമാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ മാവൂര് വരെ വന്നതല്ലേ, അപ്പോൾ കോഴിക്കോടേക്ക് അതിനത്ര ഇല്ലല്ലോ, ബീച്ചിലൊക്കെ ഒന്ന് പോയി വരാമെന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ്. ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോഴേക്ക് സായുവിന് വിശന്നാകെ തളർന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി സെൻറ്ററോ അങ്ങനെ എന്തോ പറഞ്ഞ ഏതൊരു കടയിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സായുവിന് ഫുഡൊക്കെ കൊടുത്ത് വണ്ടിയിൽ കയറി. അപ്പോഴത്തേക്ക് നമ്മളെ ലിപ്സ്റ്റിക്കൊക്കെ പോയല്ലോ. പിന്നെയും അതൊക്കെ ഇട്ട് കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് സായുവിന് ഒരാൾ വന്നിട്ട് എന്തോ കളിപ്പാട്ടം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ട്. ഇവനാണെങ്കിൽ കുറച്ച് വയസ്സായ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ചച്ചാന്നും വിളിച്ചിട്ട് ഓലങ്ങനെ വിളിച്ച് സൽക്കരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അയാൾ പോയി കഴിഞ്ഞപ്പം സാരമില്ല, അയാളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയെന്നു എന്നുള്ളൊരിതായിട്ടോ. കാരണം അയാൾ കുറച്ച് ദൂരെ എത്തിയിട്ടും ഇവൻ ഇങ്ങനെ കാറിൽ നിന്ന് അച്ചച്ചാന്നിങ്ങനെ വിളിച്ചിങ്ങനെ നോക്കി നിൽക്കാം. പിന്നെ എന്തായാലും അയാൾ പോയില്ലേ, സാരമില്ല എന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് നമ്മളെ ബീച്ചിൻ്റെ സൈഡിൽ പണ്ടൊരു പാർക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോയി. കുറച്ച് നേരം അവിടെ വണ്ടി ഇട്ടിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പോണ വഴിയിലാണ് ഈ ഒരു സീന് ഞങ്ങൾ കണ്ടത്. എന്താണെന്നറിയില്ല, നിറച്ച് പരുന്തുകൾ. എന്താണ് അവിടെ എന്നൊന്നും ഞങ്ങൾ പോയി നോക്കിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. ഇത് സാധാരണ കോഴിക്കോട് അവിടെ ഉണ്ടാവുന്ന സംഭവം തന്നെയാണോ എന്നും അറിയില്ല. പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും പരുന്തുകളൊക്കെ ഒരുമിച്ച് കാണുന്നത്. എന്തോ അവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്, കാരണം കൂട്ടം കൂടി അവിടെ തന്നെ നിൽക്കുന്നു. കണ്ടില്ലേ, ആൾക്കാരൊക്കെ പോയി നോക്കണ്ടേ, എന്താന്ന് നമ്മൾ നോക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല. ആരെങ്കിലും ഈ ഒരു സീന് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.